ഹാപ്പി ന്യൂ ഇയർ. 2025 സ്റ്റാർട്ടായിട്ടും നല്ലൊരു ദിവസം സമ്മാനിക്കാൻ ബാസയെ കൊണ്ട് സാധിക്കുന്നില്ല. അതായത് ഡാനിയൽ പാവിക്ടർ രജിസ്ട്രേഷൻ ഇപ്പോഴും ബാസക്ക് നടത്താൻ സാധിച്ചില്ല. ബാസ ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഡിസംബർ 31 രാത്രി വരെ ബാസക്ക് ചാൻസ് ഉണ്ട് ഈ ഒരു ഡാനിയൽ പാവിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ബാസയാണെങ്കിൽ ഓൺ ടൈം എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നടക്കാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലാലിഗ തന്നെയാണ്. അതായത് ഈ ഒരു ബാസ നൽകിയിരിക്കുന്ന ഡാറ്റാസ് അതൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ വേണം. ആ ഒരു പ്രോപ്പർ ചെക്കിങ്ങും കാര്യങ്ങളും നടത്തുമ്പോഴേക്കും ആ ഒരു ടൈം കടന്നു പോകും. ശരിക്കും ലാലിഗ ഡിലേ ചെയ്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒക്ടോബർ ടൈമിൽ ജോൺ ലപ്പോർട്ട പറഞ്ഞത് നമ്മൾ ഒക്ടോബറിൽ തന്നെ ഡാനിയൽ രജിസ്ട്രേഷൻ നടത്തുമെന്നായിരുന്നു. ഒരു ഫണ്ട് വരാനുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ആ ഫണ്ട് വേറൊന്നുമല്ല, നൈക്കായിരുന്നു. പക്ഷേ നൈക്കിൻ്റെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് നവംബറിലായിരുന്നു. അപ്പോൾ നവംബറിൽ ഫണ്ട് ലഭിച്ചു. ഡിസംബർ ആയാൽ രജിസ്ട്രേഷൻ നടത്തിയാൽ മതി എന്ന രീതിയിലായിട്ടാണ് കാര്യങ്ങളുണ്ടായത്. ഡിസംബറിലെല്ലാം പെർഫെക്റ്റായിട്ട് നടത്തുന്ന സമയത്താണ് ഈ പറയുന്ന അത്ലറ്റിക് മാഡ്രിഡ്, സെവിയും അതേപോലെ തന്നെ ബിൽബാവും ഒക്കെ രംഗത്ത് വന്നിട്ട് ബാസയുടെ ആ ഒരു അപ്രോച്ചിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറിന് പുറത്ത് ലാലിഗ എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് നൈക്ക് ഡീല് തൊടാൻ പറ്റത്തില്ല. ഇതെപ്പോൾ പറയുന്നു? ലാസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത്. അപ്പോൾ നൈക്ക് ഡീല് തൊടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ബാസ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് പോലും കോടതി ലാലിഗയ്ക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. എന്നാൽ ശരി, VIP സീറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ VIP സീറ്റ്സ് ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉറപ്പിച്ചത് ഏകദേശം 200 മില്യൺ യൂറോസിനാണ്. അതായത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായത്. ഖത്തർ ബേസ്ഡ് കമ്പനി ആയിട്ടാണ് നിന്നത്. പക്ഷേ ഈ ഒരു ഡെഡ് ലൈൻ ഡേ എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് പോയതോടുകൂടി, അതായത് ബാസക്ക് ഡാനിയൽ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന രീതിയിലേക്ക് പോയപ്പോഴേക്കും ബാസക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ചെറിയൊരു എമൗണ്ടിന് ഈ ഒരു VIP സീറ്റ്സ് സെല്ലേണ്ടി വന്നു. അതായത് ഏകദേശം 100 മില്യൺ യൂറോസിനാണ് സെല്ലേണ്ടി വന്നത്. അതായത് 100 മില്യൺ യൂറോസ് ബാസക്ക് നഷ്ടമായി. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാസക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട് എന്നത് എക്സ്പോസ് ആയ ടൈം മുതലാണ് കാര്യങ്ങൾ കയ്യിൽ പോയത്. അതായത് ഖത്തർ ബേസ്ഡ് കമ്പനി ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് ചീപ്പ് റേറ്റിൽ ആ ഒരു ഡീൽ നടത്തിയത്. ശരിക്കും നല്ലൊരു എമൗണ്ടിന് ബാസക്ക് നടത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ബാസ 100 മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാനിയൽ രജിസ്ട്രേഷൻ നടത്താൻ നിന്നത്. പക്ഷേ ശരിക്കും അത് പറഞ്ഞാൽ നടക്കേണ്ട ഒരു കേസായിരുന്നു. അതായത് ആ ഒരു ലാലിഗ അപ്രൂവൽ ലഭിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ ലാലിഗ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിലേ ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് ഹോസെ അൽവാരസ് പോലത്തെ ജേർണലിസ്റ്റ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് RFEFൻ്റെ സഹായം തേടിയിട്ട് പോകാമെന്ന രീതിയിലൊക്കെ ആയിരുന്നു. അതായത് RFEF ആയിട്ട് ടോക്ക് നടത്തി കഴിഞ്ഞാൽ ഏതൊരു റൂൾ പ്രകാരം രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ RFEF ആണെങ്കിൽ കൈയൊഴിയുന്ന രീതിയിലാണ് കാണുന്നത്. അതായത് ബാസ ചെയ്തതെല്ലാം കറക്റ്റ് ടൈമിലാണെന്ന് RFEF സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലാലിഗയുടെ റൂൾസായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു. അതിനൊന്നും ഒരു ചേഞ്ചും വരുത്താൻ താല്പര്യമില്ല, രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കത്തില്ല എന്ന രീതിയിലാണ് RFEF പറയുന്നത്. അപ്പോൾ ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടൈമിൽ എത്തുന്നുണ്ട്. പക്ഷേ ലാലിഗ തന്നെയാണ് ബാക്കോട്ട് വലിക്കുന്നു എന്നാണ് മീഡിയാസ് പറയുന്നത്. എങ്ങനെയാണ്, ശരിയാണോ ഇല്ലയോ എന്നൊന്നും വ്യക്തത ലഭിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ താരങ്ങളിപ്പോൾ ബാസയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിലും അവർക്ക് ലാലിഗ കളിക്കാൻ പറ്റുന്നില്ലെങ്കിലും UCL പോലത്തെ മാച്ചസിൽ അവൈലബിൾ ആകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജേണി ആക്സെപ്റ്റ് ചെയ്യാൻ പ്ലേയേഴ്സ് റെഡി ആവുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ പ്ലേയേഴ്സ് ഉണ്ടാവും എന്ന രീതിയിൽ ചില അപ്ഡേറ്റ്സ് കണ്ടു. എന്തായാലും നിലവിലുള്ള സിനാറിയോയിൽ ഡാനിയൽ ഒരു ഫ്രീ ഏജൻ്റായിട്ടാണ് ലാലിഗ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലെയറിന് വേണമെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകാം. ക്ലബ്ബ് വിട്ട് പോകുമ്പോൾ പ്ലെയറിന് 2030 വരെയുള്ള സാലറി ബാസ് ഒറ്റയടിക്ക് കൊടുക്കണം. അതുമാത്രമല്ല RB ലൈപ്സിഗിന് ഏകദേശം 48 മില്യൺ യൂറോസ് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അതായത് ഓവറോൾ 264 മില്യൺ യൂറോസ് ആയിട്ടും ബാസ കൊടുക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഡാനിയൽ കേസിൽ കാണുന്നത്. പാവ വിക്ടറിൻ്റെ കേസിൽ അങ്ങനെയല്ല കേൾക്കുന്നത്. അതായത് അത്ര വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല.
പക്ഷെ എന്നാലും ഒരു എമൗണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് പ്ലെയറിനെ ഇനി ലാലിഗ മാച്ചസ് കളിക്കണമെന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ പ്ലെയർ വേറെ ക്ലബ്ബിലേക്ക് പോകേണ്ടി വരും. ബാസ പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിലുള്ള ബാക്കി എമൗണ്ടൊക്കെ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പറഞ്ഞു തരുന്നത് ഈ 2 താരങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫ്രീ ഏജൻ്റാണ്. അപ്പോൾ ഇതിൽ ജോൺ ലപ്പോർട്ടയുടെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയത്തില്ല. കാരണം ജോൺ ലപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ ലാലിഗ അത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഈ ഒരു ലാലിഗ പറയണമായിരുന്നു, അതായത് നൈറ്റ് ഡീല് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ ആ ഒരു ഡീലിന് പിന്നാലെ പോവും ഇല്ല. പകരം ഈ പറയുന്ന VIP സീറ്റ്സിൻ്റെ സെയിൽ അതിനെനിക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നൈറ്റ് ഡീലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിലൂടെ തന്നെ കാര്യങ്ങൾ സോൾവ് ആവും എന്നൊരു ഇൻഫോർമേഷൻ അവർക്ക് ആദ്യം ലഭിച്ചതുകൊണ്ടാണ്. ലാസ്റ്റ് നിമിഷം ചേഞ്ചസ് വരുത്താമെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ബോർഡിനുണ്ടാകത്തില്ല. പക്ഷെ അവർക്കൊരു പ്ലാൻ ബി ഉണ്ടാവണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാര്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഡാനിയൽ മോയുടെയും പവൽ വിക്ടറിൻ്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ഡാനിയൽ മോ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് കാണുന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിലും യൂസിൽ മാച്ച് കളിക്കാൻ പറ്റുന്ന രീതിയിലായത് കൊണ്ട് കളിക്കുമെന്നൊക്കെ പറയുന്നു. എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ. അത് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്ന്. എന്തായാലും ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ 2 താരങ്ങളിൽ ലാലിഗ രജിസ്ട്രേഷൻ ബാസക്ക് നടത്താൻ പറ്റത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. കൈനെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 താരങ്ങളും ഇനി അങ്ങോട്ടുള്ള ലാലിഗ മാച്ചിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ B ടീമിൽ നിന്ന് ആരെങ്കിലും വരണം. ആരാ വരാൻ വേണ്ടി പോകുന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.